ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പാർലമെന്റിന്റെ ഇരുസഭകളും ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യഘട്ടം പൂർത്തിയാക്കി ഇന്ന് പിരിയും. ഇന്ത്യയുടെ വിനോദസഞ്ചാര മേഖലയുടെ സമഗ്ര വികസനം സംബന്ധിച്ച സ്റ്റാൻഡിംഗ് കമ്മിറ്റി റിപ്പോർട്ട് ഇരുസഭകളിലും ഇന്ന് അവതരിപ്പിക്കും. അടുത്ത മാസം 9-ന് ആരംഭിക്കുന്ന ബജറ്റ് സമ്മേളനത്തിന്റെ രണ്ടാം ഘട്ടം ഏപ്രിൽ 2 വരെ തുടരും. ന്യൂഡൽഹിയിലെ സേവാ തീർത്ത് കെട്ടിട സമുച്ചയത്തിന്റെ അനാച്ഛാദനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നിർവഹിക്കും. പ്രധാനമന്ത്രിയുടെ ഓഫീസ്, ദേശീയ സുരക്ഷാ കൌൺസിൽ സെക്രട്ടേറിയറ്റ്, ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റ് തുടങ്ങിയവയാണ് സേവാ തീർത്തിൽ പ്രവർത്തിക്കുന്നത്. തുടർന്ന് സുപ്രധാന മന്ത്രാലയങ്ങളെ ഉൾക്കൊള്ളുന്ന കർത്തവ്യ ഭവൻ 1ഉം 2ഉം പ്രധാനമന്ത്രി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യും. വൈകുന്നേരം സേവാ തീർത്തിൽ നടക്കുന്ന പൊതുപരിപാടിയെയും ശ്രീ മോദി അഭിസംബോധന ചെയ്യും. ശ്രീ നാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പ്രഥമ ബിരുദദാന ചടങ്ങ് ഇന്ന് കൊല്ലത്ത് നടക്കും. യൂണിവേഴ്സിറ്റി ചാൻസലർ കൂടിയായ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ബിരുദം സമ്മാനിക്കും. ചടങ്ങിന് മുന്നോടിയായി സെനറ്റ് യോഗം ചേരും. അടുത്ത അധ്യയന വർഷത്തെ പാഠപുസ്തക വിതരണവും സൌജന്യ കൈത്തറി യൂണിഫോം വിതരണ പദ്ധതിയും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. 1 മുതൽ 10 വരെയുള്ള ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കുള്ള പാഠപുസ്തകങ്ങളാണ് വിതരണം ചെയ്യുന്നത്. സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഹിയറിംഗ് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലേക്ക്. 101 നിയോജക മണ്ഡലങ്ങളിൽ ഇതിനോടകം ഹിയറിംഗ് പൂർത്തിയായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ അറിയിച്ചു. കിസാൻ ക്രെഡിറ്റ് കാർഡ് പദ്ധതിയുടെ പുതുക്കിയ കരട് മാനദണ്ഡങ്ങൾ റിസർവ് ബാങ്ക് പുറപ്പെടുവിച്ചു. മണ്ണ് പരിശോധന, കാലാവസ്ഥാ പ്രവചനം, ജൈവ സർട്ടിഫിക്കേഷൻ തുടങ്ങിയ കാർഷിക സാങ്കേതിക സംരംഭങ്ങളും കാർഷിക വായ്പയിൽ ഉൾപ്പെടുത്താൻ പുതുക്കിയ മാനദണ്ഡത്തിൽ നിർദ്ദേശിക്കുന്നുണ്ട്. 2 ലക്ഷം രൂപ വരെയുള്ള കാർഷിക അനുബന്ധ വായ്പകൾക്ക് ഈടും ലാഭസാധ്യതകളും പുതുക്കിയ മാനദണ്ഡത്തിൽ ഒഴിവാക്കിയിട്ടുണ്ട്. ഇന്ന് ലോക റേഡിയോ ദിനം. 1946-ൽ ഐക്യരാഷ്ട്രസഭ റേഡിയോ സ്ഥാപിതമായതിന്റെ സ്മരണാർത്ഥമാണ് എല്ലാ വർഷവും ഫെബ്രുവരി 13-ന് ലോക റേഡിയോ ദിനം ആചരിക്കുന്നത്. റേഡിയോയും നിർമ്മിത ബുദ്ധിയും AI ഒരു ഉപകരണമാണ്, ശബ്ദമല്ല എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ റേഡിയോ ദിന ആശംസകൾ നേർന്നു. കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി ദക്ഷിണ മേഖല കൌൺസിൽ യോഗത്തിന് ഇന്ന് തുടക്കം. കേരളം, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, പുതുച്ചേരി, തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. തിരുവനന്തപുരം കോവളത്ത് നടക്കുന്ന പരിപാടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സദസ്സിനെ അഭിസംബോധന ചെയ്യും. കൊല്ലം റെയിൽവേ സ്റ്റേഷനിലെ പുതിയ ബഹുനില കാർ പാർക്കിംഗ് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി നാളെ നിർവഹിക്കും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിക്ക് കീഴിൽ നവീകരിച്ചതാണ് ഈ കേന്ദ്രം. സ്വച്ഛതാ പഖോഡ വാരാചരണത്തിന്റെ ഭാഗമായി ISRO ഇനേർഷ്യൽ സിസ്റ്റം യൂണിറ്റ് തിരുവനന്തപുരത്ത് കൂട്ട നടത്തം സംഘടിപ്പിച്ചു. IISU അസോസിയേറ്റ് ഡയറക്ടർ TR ഹരിദാസ് പരിപാടി ഫ്ളാഗ് ഓഫ് ചെയ്തു. കൂട്ട നടത്തത്തിൽ 200-ലധികം പേർ പങ്കെടുത്തു. സംസ്ഥാനതല തദ്ദേശ ദിനാഘോഷത്തിന് ഇന്ന് കണ്ണൂർ ആന്തൂരിൽ തുടക്കമാകും. ആഘോഷത്തിന്റെ ഭാഗമായ ഹാപ്പിനെസ് ഫെസ്റ്റിവൽ മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യ ഫുഡ് കോർട്ടും വിപണന സ്റ്റാളുകളും സജ്ജമാക്കിയിട്ടുണ്ട്. ഈ മാസം 19-ന് നടക്കുന്ന സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. നിശാഗന്ധി നൃത്തോത്സവത്തിന് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. ഈ മാസം 20 വരെ നടക്കുന്ന നൃത്തോത്സവത്തിൽ ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം, മണിപ്പൂരി, കഥക്, ഒഡീസി തുടങ്ങി നൃത്തരംഗത്തെ പ്രഗത്ഭ കലാകാരന്മാർ അണിനിരക്കും. സംസ്ഥാന സർക്കാരിന്റെ ഈ വർഷത്തെ നിശാഗന്ധി പുരസ്കാരം പ്രശസ്ത മണിപ്പൂരി നർത്തകി പത്മശ്രീ ദർശന ജാവേരിക്ക് സമ്മാനിക്കും. ബംഗ്ലാദേശിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയെ നിർണായക വിജയത്തിലേക്ക് നയിച്ച താരിഖ് റഹ്മാന് അഭിനന്ദനങ്ങൾ അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബംഗ്ലാദേശിലെ ജനങ്ങൾ താരിഖ് റഹ്മാന്റെ നേതൃത്വത്തിന് അർപ്പിക്കുന്ന വിശ്വാസമാണ് ഈ വിജയം കാണിക്കുന്നതെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ന്യൂഡൽഹിയിൽ നടക്കുന്ന ഏഷ്യൻ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ 3 സ്വർണ്ണ മെഡൽ കൂടി നേടി. സീനിയർ പുരുഷന്മാരുടെ 50 മീറ്റർ റൈഫിൾ 3 പൊസിഷനിൽ ഒളിമ്പിക് മെഡൽ ജേതാവ് ഐശ്വരി പ്രതാപ് സിംഗ് മെഡൽ നേട്ടത്തോടെ പുതിയ റെക്കോർഡും കുറിച്ചു. ടീം ഇനത്തിലും ഇന്ത്യൻ താരങ്ങൾക്കാണ് സ്വർണ്ണ മെഡൽ. ജൂനിയർ പുരുഷന്മാരുടെ 50 മീറ്റർ റൈഫിൾ 3 പൊസിഷനിൽ അഡ്രിയാൻ കർമാക്കർ രണ്ടാം സ്വർണ്ണം സ്വന്തമാക്കി. ICC പുരുഷ ട്വന്റി ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ന് 3 മത്സരങ്ങൾ. ആദ്യ മത്സരത്തിൽ ഓസ്ട്രേലിയയ്ക്കെതിരെ സിംബാബ്വേയ്ക്ക് ബാറ്റിംഗ്. മറ്റ് മത്സരങ്ങളിൽ കാനഡ UAEയെയും USA നെതർലൻഡ്സിനെയും നേരിടും. കോട്ടയം, എറണാകുളം ജില്ലകളിലേക്കും കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിലേക്കും ആകാശവാണി പാർട്ട് ടൈം കറസ്പോണ്ടന്റിനെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിനുള്ള അപേക്ഷകൾ ഈ മാസം 17 വരെ സ്വീകരിക്കും. അപേക്ഷകർ ജില്ലാ ആസ്ഥാനത്തിന് 10 കിലോമീറ്റർ ചുറ്റളവിൽ സ്ഥിരതാമസക്കാരായിരിക്കണം.
പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.